ചങ്ങായി ഇന്ന് ബീവറേജ് അവധിയാൻ സാധനം കിട്ടിയില്ല. ഞാനത് ഇന്നലെ വാങ്ങി വെക്കാനും വിട്ടുപോയി. എന്താ ചെയ്യാ? അല്ലടാ, ഗൾഫുകാരൻ ചന്ദ്രനല്ലേ വരുന്നത്. ഓന്റെ കയ്യിൽ എന്താണെന്നൊരു പൊതി. അത് വിദേശ മദ്യം തന്നെ. അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്. അവൻ്റെ ഒരു വെല്ലിച്ചിട്ടുണ്ട്, കള്ളുകുടിയനാന്ന്. ഓന് കൊണ്ടു കൊടുക്കാൻ പോയിന്ന്. അതാണ് ആ പോക്ക്. എടാ, നമുക്ക് ഓനോടൊരു കുപ്പി ചോദിച്ചാലോ? ഓന്റെ കയ്യിലുണ്ടാവൂലേ? ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ചോദിച്ചാൽ കിട്ടുമൊന്നുമില്ല. ഓൻ്റെ കയ്യിലുള്ള കുപ്പി സൂത്രത്തിൽ നമുക്ക് സ്വന്തമാക്കാം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി കേട്ടോ. എന്തൊന്നാന്ന് അളിയനും കൂടെ ഒരു കിന്നാരം പറച്ചിൽ എന്നാ സംഭവം. ഇന്നലെ അർദ്ധരാത്രി ആകുമ്പോൾ വീട്ടിലെത്തിയല്ലേ ഗൾഫിൽ നിന്ന്. ഇതെന്നാ ഒരു പൊതി കാണുന്ന കയ്യിൽ വല്ല കള്ളും കുപ്പിയായിട്ടാണോ? തന്നെ ഇത് എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് മേടിച്ചതാ. അപ്പോൾ വെല്ലിച്ചനാണ് എൻ്റെ ഗൾഫിലെത്തിച്ചത്. അയാളിപ്പോൾ സുഖമില്ലാണ്ട് കിടക്കുക. അപ്പോൾ ഇത് ഒരു പെഗ് 1-2 പെഗ് രാത്രി കുടിക്കും. അതിനു വേണ്ടി ഇത് കൊണ്ടു കൊടുക്കാൻ പോവാ. അത് കണ്ടിട്ട് കൊതിയാവുന്നിട്ടാ. എന്നാ ശരി, ഈ മഴ വരുന്നതിന് മുമ്പേ ഇതങ്ങ് വെല്ലിച്ചിന് കൊടുത്തിട്ട് വരാം കേട്ടാ. നമുക്ക് പിന്നെ കാണാം. ശരി, ഓക്കെ. കേട്ട് കാണണം കേട്ടാ. അവിടെ നിങ്ങളെ കണ്ടാലേ ഒരു സിനിമാ നടന്റെ ലുക്ക് ഉണ്ട് കേട്ടാ. ഇല്ലേ? അതുണ്ടാവും. അത് നമ്മൾ ഗൾഫിൽ ഞാൻ AC റൂമിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഗ്ലാമർ ഇങ്ങനെ കാണുന്നതാ. അയ്യോ, അതൊന്നും അല്ല കേട്ടാ. നിങ്ങൾ AC ഇരുന്നുകൊണ്ട് ഗ്ലാമർ കൂടി അങ്ങനൊന്നും നമ്മൾ പറയില്ല. നിങ്ങൾ ജന്മ ഒരു സിനിമാ നടന്റെ ലുക്കുള്ള ഒരു മനുഷ്യനാണ്. അല്ലേ നാരായണ? യാതൊരു സംശയമില്ല. ഇവരെ കണ്ടാറില്ല. സുന്ദരനല്ലേ? സിനിമാ നടനാവാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് ഇവൻ. എനിക്കറിയാം. അത് നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനെന്ത് ചെയ്യാനാ? നമുക്ക് നോക്കാം. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം കേട്ടാ. എന്നാ കാണാം. അവിടേക്ക് നിങ്ങൾ അങ്ങനെ പോകല്ല. ഒരു പ്രധാന കാര്യം കൂടെ പറയാനുണ്ട്. ഇങ്ങോട്ട് വാ. എന്താണ് സംഭവം? ഒന്ന് പെട്ടെന്ന് പറയാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ പറ്റുമെങ്കില് സിനിമാ നടനാവാൻ ഒന്ന് ശ്രമിക്കണം. എടാ, നിന്നെ പോലൊരു നടനിപ്പോ മലയാള സിനിമക്ക് ആവശ്യമാണ്. അതുകൊണ്ടല്ലേ നീ ഒന്ന് ശ്രമിക്കണം. അതോ എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല, സമയം കിട്ടുന്നില്ല. അതല്ല പറയുന്നത്. സിനിമാ നടനാവാനുള്ള ശ്രമം നടത്താം ഏതായാലും കേട്ടാ. പക്ഷെ ഒരു സംശയം, ഒരു സീരിയലിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ട്. ആ മലേഷ്യാനെറ്റിന് വേണ്ടിയിട്ടുള്ള ചാനലിന് വേണ്ടിയിട്ടുള്ള സീരിയൽ എടുത്തിരുന്നത്. ആ സീരിയലിൽ ഞാനുണ്ട്. ആ സീരിയൽ ഞാനും കണ്ടിരുന്നു കേട്ടോ. എന്തെന്നാ ആ സീരിയലിന്റെ പേര് പറഞ്ഞത്? ഒളിച്ചോടി പോയ പെണ്ണിന്റെ അച്ഛൻ എന്നാണ് ആ സീരിയലിന്റെ പേര്. ആ സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിന്. ഒളിച്ചോടി പോയ പെണ്ണ് കല്യാണം കഴിക്കുന്നുണ്ട്. ആ കല്യാണ സീനില് 3ാമത്തെ ബെഞ്ചിൽ ബാക്കില് 3ാമത്തെ ആള് ഞാനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? നിങ്ങൾ സീരിയലിൽ ഒതുക്കേണ്ട ആളല്ല. നിങ്ങൾ സിനിമാ നടനായി വരും. യാതൊരു സംശയവും വേണ്ട. പിന്നെ വേറൊരു സീരിയലിൽ ഞാനുണ്ട്. പിഴച്ചു പറ്റ കത്രിക എന്നാണ് സീരിയലിന്റെ പേര് കേട്ടാ. പിഴച്ചു പറ്റ കത്രീന എന്നായിരിക്കും, അല്ലാതെ കത്രിക എന്നായിരിക്കില്ലല്ലോ. ഈ ഡോക്ടർമാർ പ്രസവം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കത്രിക ഗർഭിണിയുടെ വയറ്റിൽ വെച്ച് മറന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ കത്രിക പ്രസവിക്കുന്നത്. അതാണ് കഥ. നിങ്ങളെ സൗന്ദര്യം നിങ്ങൾക്കുണ്ടല്ലോ, ദൈവവും അനുഗ്രഹിച്ച് തന്നതാണ്. അതെ, ദൈവം പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടാ. ഈ കുപ്പി നോക്കട്ടെ. അത് ശരി, ഞാൻ പോവാ. അല്ല, ഈ കുപ്പിക്കുന്ന ഒരു വലിവ് കള്ള് ഷാപ്പൊക്കെ ലീവല്ലേ, അതിന്റെ ഒരു വലിവാണ്. നിങ്ങളുടെ ഒരു കാര്യം, ഇത് ഞാൻ വെല്ലിച്ചിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ്, അറിയാം. വലിയ സിനിമാ നടനാവേണ്ട ആളല്ലേ നിങ്ങൾ ആ സുഖമില്ലാത്ത വെല്ലിച്ചിന് എന്തിനാ ഇത് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഒരു കാര്യം എന്താ ചെയ്യപ്പം അല്ലേ? എന്നാ പിടിച്ചോ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. നിങ്ങൾ സിനിമാ നടനാവാനുള്ള ഗ്ലാമർ നിങ്ങൾക്ക് ഉണ്ട്. അതിനുവേണ്ടി ശ്രമിക്കണം കേട്ടാ. ശരി, ഓക്കെ, നമുക്ക് നോക്കാം. എന്റെ ഒരു ഗ്ലാമർ ഇപ്പൊ എന്തായി? സിനിമാ നടനാവാനുള്ള ലുക്ക് ഉണ്ടെന്ന് ഓനെ പൊക്കി പറഞ്ഞപ്പോ കുപ്പി എന്റെ കയ്യിൽ വന്നില്ലേ? സത്യം പറഞ്ഞാലേ സിനിമാ നടനാവാനുള്ള ലുക്ക് നിനക്കാ ഉള്ളത്. മണ്ണും ചാരി കൂടെ നിന്ന് കുപ്പിയും കൊണ്ട് പോയി ഹോയ് ഹോയ് ഹോ.